വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ശ്രീ ബനാസർ ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA നാച്ചുറൽ സയൻസിലെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോർ സബ്ജക്റ്റ് ആയ നാച്ചുറൽ സയൻസിലെ ഇന്റർവ്യൂ ഹിസ്റ്റോറിക്കയുടെ മോർഫോളജി കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ റിമൈനിങ് പോർഷൻസ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ ഹിസ്റ്റോറിക്കയുടെ മോർഫോളജി ഒന്ന് മനസ്സിന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ അത് ഒന്ന് റീകളക്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എൻഡോമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത് മോർഫോളജിക്കൽ ബേസിസിൽ നമ്മൾ പറഞ്ഞു അത് രണ്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഒരു ആക്റ്റീവ് ആയിട്ടുള്ള മൊട്ടൈൽ ഫോമും ഉണ്ട്, അതായത് പ്രീസിസ്റ്റിക് ഫോം ഉണ്ട്. ആക്റ്റീവ് മൊട്ടൈൽ ഫോമിനെ ട്രോപ്പോസോയിറ്റ് എന്നും പ്രീസിസ്റ്റിക് ഫോം മറ്റതിനെ പ്രീസിസ്റ്റിക് ഫോം എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എൻഡോമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ ലൈഫ് സൈക്കിൾ പഠിക്കുമ്പോൾ അതിന് ഒരു സിംഗിൾ ഹോസ്റ്റ് ആണുള്ളത് മനസ്സിലാക്കാം. എൻഡോമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ ലൈഫ് സൈക്കിൾ നമ്മൾ മനസ്സിലാക്കുന്നത് എൻഡോമീബ ഹിസ്റ്റോളിറ്റിക്ക its life cycle consists of a single host and hence it is known as monogenetic. അതായത് ഒറ്റ ഹോസ്റ്റ് ആണുള്ളത് കൊണ്ട് അതിനെ മോണോജെനറ്റിക് എന്നാണ് വിളിക്കുന്നത്. ഇനി മോണോജെനറ്റിക് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എന്ത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്? ഇവിടെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് എൻഡോമീബ ഹിസ്റ്റോളിറ്റിക്കയില് നടക്കുന്നത്, അല്ലെ? അലൈംഗിക പ്രത്യുൽപാദനം. അപ്പൊ ഇവിടെ മോണോജെനറ്റിക് ആണ്, സിംഗിൾ ഹോസ്റ്റ് ആണ്, അത് മോണോജെനറ്റിക് ആണ് മനസ്സിലാക്കുക. അല്ലെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ തന്നെ ബൈനറി ഫിഷൻ വഴിയാണ് നടക്കുന്നത്, അല്ലെ? അപ്പൊ ബൈനറി ഫിഷൻ വഴിയാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് കൂടെ ഓർത്തു വെക്കുക. ഇനി ഈ ബൈനറി ഫിഷൻ ഏതിലാണ് നടക്കുന്നത്? ട്രോപ്പോസോയിഡ് സ്റ്റേജിലാണ് ബൈനറി ഫിഷൻ എക്സിബിറ്റ് ചെയ്യുന്നത് കൂടെ ഓർത്തു വെക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കി എൻഡോമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ ഒരൊറ്റ സിംഗിൾ ഹോസ്റ്റ് ആയുള്ളൂ, അതുകൊണ്ട് ഇത് മോണോജെനറ്റിക് എന്ന് പറയുന്നു. ഇനി അത് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇതിലാണ് ട്രോപ്പോസോയിഡ് സ്റ്റേജിലാണ് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്, അത് ബൈനറി ഫിഷൻ വഴിയാണെന്ന് കൂടെ ഓർത്തു വെക്കുക. ഇനി ബൈനറി ഫിഷൻ നടക്കുന്നത് എവിടെയാണ്? ആക്റ്റീവ് ട്രോപ്പോസോയിഡ് സ്റ്റേജ്, അല്ലെ? ആക്റ്റീവ് ട്രോപ്പോസോയിഡ് സ്റ്റേജിലാണ് നടക്കുന്നത്. അത് എവിടെയാണ്? ഇൻ ദ ഗട്ട് ഓഫ് ദി ഗട്ട്, അതായത് ഗട്ടിലാണ്, ഹോസ്റ്റിന്റെ ഗട്ടിലാണ് ഈ പറഞ്ഞ ആക്റ്റീവ് ട്രോപ്പോസോയിഡ് സ്റ്റേജിലാണ്, ട്രോപ്പോസോയിഡ് സ്റ്റേജിലാണ് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ബൈനറി ഫിഷൻ നടക്കുന്നതിന് കൂടെ ഓർത്തു വയ്ക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ബൈനറി ഫിഷൻ നടക്കുന്നതെന്ന് അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പം എൻഡോമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ ലൈഫ് സൈക്കിൾ നോക്കുന്നു. നമ്മൾ പറഞ്ഞു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു, അതും ബൈനറി ഫിഷൻ ആണെന്ന് പറഞ്ഞു, അല്ലെ? ഇവിടെ ബൈനറി ഫിഷനിൽ മെച്ചർ ട്രോപ്പോസോയിറ്റിന്, അതായത് ട്രോപ്പോസോയിറ്റ് മെച്ചർ ആയിരിക്കുന്ന സമയത്ത് അതിൽ ബൈനറി ഫിഷൻ ഉണ്ടാകുന്നു. ട്രോപ്പോസോയിഡ് സ്റ്റേജ് മൾട്ടിപ്ലൈസസ് asexually within the intestinal wall of the host. അപ്പൊ ഹോസ്റ്റിന്റെ intestinal വാളിലാണ് നമ്മൾ പറഞ്ഞ ആക്റ്റീവ് ട്രോപ്പോസോയിഡ്സ് ഫോം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെ? അവിടെയാണ് ബൈനറി ഫിഷൻ നടക്കുന്നത്. അപ്പൊ ബൈനറി ഫിഷൻ വഴി ട്രോപ്പോസോയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? asexually മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് വിത്തിൻ ദ intestinal wall of the host. ഇനി അവിടെ ബൈനറി ഫിഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ മെച്ചൂർ ട്രോപ്പോസോയിറ്റ് ആണ്. നമ്മൾ ട്രോപ്പോസോയിഡിന്റെ സ്ട്രക്ചർ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു, അല്ലെ? അപ്പൊ മെച്ചൂർ ട്രോപ്പോസോയിറ്റ് ബൈനറി ഫിഷൻ അണ്ടർഗോ ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ന്യൂക്ലിയസ് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടാകുന്നു. ഇറ്റ് ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി ഇൻടു ടു. മൈറ്റോട്ടിക്കലി അത് രണ്ടായിട്ട് മാറുന്നു. ദിസ് ഈസ് ഫോളോഡ് വിത്ത് ദ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം ബൈ എ കൺസ്ട്രക്ഷൻ. അവിടെ ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നടക്കുന്നു, മൈറ്റോസിസ് വഴി ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ സൈറ്റോപ്ലാസവും ഡിവിഷൻ നടക്കുന്നു. ദാറ്റ് മീൻസ് ബൈ മീൻസ് ഓഫ് കൺസ്ട്രക്ഷൻ, ഒരു കൺസ്ട്രക്ഷൻ വഴി സൈറ്റോപ്ലാസവും ഡിവൈഡ് ചെയ്യുന്നു. ഇനി അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന രണ്ട് സെല്ലുകളാണ്, രണ്ട് ഡോട്ടർ സെല്ലുകളാണ്, ഒരു യങ് ട്രോപ്പോസോയിറ്റും ഒരു പ്രീസിസ്റ്റിക് ഫോമും ഉണ്ടാകുന്നു. ഇനി ഡോട്ടർ സെൽസ് ഗ്രോ ഇൻ സൈസ് ബൈ ഫീഡിങ് ഓൺ ഹോസ്റ്റ് ടിഷ്യൂ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഉണ്ടായ ഡോട്ടർ സെല്ലുകൾ എങ്ങനെയാണ്? ഹോസ്റ്റ് ടിഷ്യൂവിനെ ഫീഡ് ചെയ്തുകൊണ്ടാണ് വളരുന്നത്. കാരണം നമ്മൾ പറഞ്ഞു intestine വാളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ട്രോപ്പോസോയിഡ് ആക്റ്റീവ് ഫോം കാണപ്പെടുന്നത് intestine വാളാണെന്ന് പറഞ്ഞേ, ഹോസ്റ്റിന്റെ intestine വാളാണ്. അപ്പൊ ഹോസ്റ്റ് ടിഷ്യൂവിൽ ഫീഡ് ചെയ്തുകൊണ്ടാണ് ഇവ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് എന്ത് ചെയ്യും? ഈ ഡോട്ടർ സെല്ലുകൾ ഹോസ്റ്റ് ടിഷ്യൂവിൽ ഫീഡ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അത് ഹോസ്റ്റ് സെല്ലുകളെ റീഇൻഫെക്ട് ചെയ്യുകയും ബൈനറി ഫിഷൻ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ ഹോസ്റ്റ് സെല്ലില് ടിഷ്യൂസിനെ ഫീഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ട്രോപ്പോസോയിറ്റ് ഗ്രോ ചെയ്യുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു? അത് ഹോസ്റ്റ് സെല്ലുകളെ റീഇൻഫെക്ട് ചെയ്യുന്നു, ബൈനറി ഫിഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ചില കണ്ടീഷൻസ്, അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് സം ഡോട്ടർ സെൽസ് ഫെയിൽസ് ടു ഗ്രോ. ചില സമയങ്ങളിൽ ഈ ഡോട്ടർ സെല്ലുകൾ വളരാൻ സാധിക്കില്ല അവയ്ക്ക്. അപ്പൊ അവ എന്ത് ചെയ്യും? ഇൻഡസ്ട്രിയുടെ ലൂമനിലേക്ക് അത് എസ്കേപ്പ് ചെയ്യും. എസ്കേപ്പ് ദ ലൂമൻ ഓഫ് ദി ഇൻഡസ്ട്രി. നമ്മൾ പറഞ്ഞു
എല്ലാ ഡോട്ടർ സെല്ലുകൾ വളരുന്നത് ഹോസ്റ്റ് ടിഷ്യൂവിനെ ഫീഡ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ചില കേസസിൽ ഈ ഡോട്ടർ സെല്ലുകൾ വളരില്ല, അതെന്ത് ചെയ്യും? എസ്കേപ്പ് ടു ദി ലൂമൻ ഓഫ് ദി ഇൻഡസ്ട്രിയൽ ലൂമനിലേക്ക് എസ്കേപ്പ് ചെയ്യപ്പെടുന്നു. അപ്പൊ അവിടെ അങ്ങനെ പോകുന്ന ആ പറയുന്ന ഡോട്ടർ സെല്ലുകൾ, വളരാത്ത ഡോട്ടർ സെല്ലുകൾ സ്മോൾ ആയിരിക്കും, റൗണ്ടഡ് ഫോംസ് ആയിരിക്കും, അത് സ്ലഗ്ഗിഷ് ആയിട്ടിരിക്കും, അതായത് റിമെയിൻ ഇനാക്റ്റീവ് ആയിട്ടിരിക്കും, അത് സ്മോൾ ആയിരിക്കും, റൗണ്ടഡ് ഫോം ആയിരിക്കും. അതിനെയാണ് പ്രീസിസ്റ്റിക് ഫോം അല്ലെങ്കിൽ മൈന്യൂട്ട എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡോട്ടർ സെല്ലുകൾ ആയിട്ട് മാറുന്ന ഈ ട്രോപ്പോസോയിറ്റുകളെ. ഒരു ഡോട്ടർ സെല്ല് ഹോസ്റ്റ് ടിഷ്യൂവിനെ ഫീഡ് ചെയ്തുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കും, അവിടെ ബൈനറി ഫിഷൻ നടക്കുന്നു, സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ എന്താണ് മറ്റു കുറച്ച് ഡോട്ടർ സെൽ, അതായത് ചില സമയത്ത് ചില കണ്ടീഷൻസിലാണ് ഈ ഡോട്ടർ സെല്ലുകൾ വളരുന്ന സാഹചര്യങ്ങളിൽ അത് ഇൻഡസ്ട്രിയൽ ലൂമനിലേക്ക് എസ്കേപ്പ് ചെയ്യപ്പെടുകയും അതിനുശേഷം അതിന്റെ ഫോം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അത് സ്മോൾ ആയിരിക്കും, റൗണ്ടഡ് ഫോംസ് ആയിരിക്കും, അതിൽ ഇനാക്റ്റീവ് ആയിരിക്കും. അത്തരത്തിലുള്ള ഫോം ഡോട്ടർ സെല്ലുകൾ എന്ത് വിളിക്കും? പ്രീസിസ്റ്റിക് ഫോം അല്ലെങ്കിൽ മൈന്യൂട്ട എന്നാണ് വിളിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ലൈഫ് സൈക്കിളിൽ ഒരു എൻസിസ്മെന്റ് ഉണ്ട്. എന്താണ് എൻസിസ്മെന്റ് എന്ന് പറയുന്നത്? ഈ പ്രീസിസ്റ്റിക് ഫോം എന്ന് പറയുന്ന അത് എൻസിസ്മെന്റ് അണ്ടർഗോ ചെയ്യും. അതിൽ അവിടെ ഒരു സിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതാണ് അർത്ഥം. പ്രീസിസ്റ്റിക് ഫോം എവിടെയാണ് കാണപ്പെടുന്നത്? ഇൻഡസ്ട്രിയൽ ലൂമനിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അവിടെ എൻസിസ്മെന്റ് ഉണ്ടാകുന്നു. അപ്പൊ പ്രീസിസ്റ്റിക് ഫോംസ് അണ്ടർഗോ എൻസിസ്മെന്റ് ഇൻ ദ ലൂമൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൂമനിൽ ഉണ്ടായ ഈ പ്രീസിസ്റ്റിക് ഫോമിന് എൻസിസ്മെന്റ് ഉണ്ടാകുന്നു. അതായത് അതിന്റെ സിസ്റ്റ് വാൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് മനസ്സിലാക്കാറുള്ളത്. അപ്പൊ എൻസിസ്മെന്റ് അഥവാ സിസ്റ്റ് വാൾ ഡെവലപ്പ് ചെയ്യുന്ന ആ സിസ്റ്റ് വാൾ എങ്ങനെയായിരിക്കും? അത് ഈ പ്രീസിസ്റ്റിക് ഫോം അതിന് ചുറ്റും ഒരു സിസ്റ്റ് വാൾ സെക്രീറ്റ് ചെയ്യുന്നു. ആ സിസ്റ്റ് വാൾ എന്ന് പറയുന്നത് തിൻ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, റിഫ്രാക്റ്റൈൽ ആയിരിക്കും, അതുപോലെ റെസിസ്റ്റന്റ് ആയിരിക്കും. എന്താണ്? തിൻ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, റിഫ്രാക്റ്റൈൽ ആയിരിക്കും, അതുപോലെ റെസിസ്റ്റന്റുമായിട്ടുള്ള ഒരു സിസ്റ്റ് വാൾ ആണ് എവിടെ ഫോം ചെയ്യുന്നത്? പ്രീസിസ്റ്റിക് ഫോമിന് ചുറ്റുമായിട്ട് അത് സെക്രീറ്റ് ചെയ്ത് ഉണ്ടാകുന്ന സിസ്റ്റ് വാള്. അപ്പൊ അതുകൊണ്ടാണ് അത് പ്രീസിസ്റ്റിക് ഫോം എന്ത് അണ്ടർഗോ ചെയ്യുന്നു പറഞ്ഞാൽ എൻസിസ്മെന്റ് അണ്ടർഗോ ചെയ്യുന്നു പറയുന്നത്. അപ്പൊ പ്രീസിസ്റ്റിക് ഫോം ഉണ്ടാകുന്നത് ഇൻഡസ്ട്രിയൽ ലൂമനിലാണ്. ഈ ട്രോപ്പോസോയിറ്റ് അതായത് ഡോട്ടർ സെല്ലുകൾ വളരാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇൻഡസ്ട്രിയൽ ലൂമനിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നു. അപ്പൊ അത് റൗണ്ട് സ്മോൾ ഫോമിൽ ഇരിക്കുന്നു, അത് ആക്റ്റീവ് ആയിരിക്കില്ല, ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രീസിസ്റ്റിക് ഫോം എന്ന് പറയുന്നത്, മൈന്യൂട്ട എന്ന് പറയുന്നത്. ഈ പ്രീസിസ്റ്റിക് ഫോം എൻസിസ്മെന്റ് അണ്ടർഗോ ചെയ്യുന്നു, അതായത് അതിന് ചുറ്റും ഒരു സിസ്റ്റ് വാൾ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ആ സിസ്റ്റ് വാൾ എന്ന് പറയുന്നത് തിൻ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, റിഫ്രാക്റ്റൈൽ ആയിരിക്കും, അതുപോലെ റെസിസ്റ്റന്റും ആയിരിക്കും എന്ന് ഓർത്തു വയ്ക്കാം. ഈ പറഞ്ഞ പ്രീസിസ്റ്റിക് ഫോമിന് ചുറ്റും ഉണ്ടാകുന്ന ഈ പറയുന്ന എന്താണ് സിസ്റ്റ് വാളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഇനി ഈ സിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റ് ഫോം, പ്രീസിസ്റ്റിക് ഫോം, ആ സിസ്റ്റിന് സൈസ് എന്ന് പറയുന്നത് ഒരു സ്പിരിക്കൽ ബോഡിയാണ്. 10 to 15 മൈക്രോൺസ് ഇൻ ഡയമീറ്റർ 10 to 15 മൈക്രോൺസ് ആയിരിക്കും. അത് എന്താണ്? ഒരു സ്പിരിക്കൽ ബോഡി ആയിരിക്കും എന്നൂടെ ഓർത്തു വയ്ക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതിന്റെ സൈറ്റോപ്ലാസം. അപ്പൊ പ്രീസിസ്റ്റിക് ഫോം എന്ന് പറയുന്നത് ഒരു സ്പിരിക്കൽ ബോഡി ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 10 to 15 മൈക്രോൺസ് ആണ് ഓർത്തു വയ്ക്കുക. അപ്പൊ സിസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രീസിസ്റ്റിക് ഫോമിന് ചുറ്റും ഒരു സിസ്റ്റ് വാൾ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഇനി ആ ഒരു സിസ്റ്റ് എൻഡോമെട്രിയോളിക്കയുടെ സിസ്റ്റ് എന്ന് പറയുന്നത് സ്പിരിക്കൽ ഷേപ്പ് ആയിരിക്കും എന്നും കൂടെ ഓർത്ത് വെക്കുക. ഇനി അതിന്റെ ഡയമീറ്റർ നമ്മൾ പറഞ്ഞു 10 to 15 മൈക്രോൺസോളം ഡയമീറ്റർ കാണുമെന്ന് പറഞ്ഞു. ഇനി അതിന്റെ സൈറ്റോപ്ലാസത്തിനെ കുറിച്ച് പറയുന്നത് സൈറ്റോപ്ലാസം ക്ലിയർ ആയിരിക്കും. പിന്നെ എന്ത് മനസ്സിലാക്കണം? And hyaline contain 2 chromatoid bodies and many glycogen vacuoles. അപ്പം സൈറ്റോപ്ലാസം ക്ലിയർ ആയിരിക്കും. പിന്നെ അതിന് ഹയാലിൻ ഒരു അസിഡിക് പ്രോട്ടീൻ കാണും. ഇനി ആ അസിഡിക് പ്രോട്ടീൻ ഇടുന്ന ഹയാലിനിൽ 2 ക്രോമറ്റോയിഡ് ബോഡീസും ധാരാളം ഗ്ലൈക്കോജൻ വാക്യൂൾസും കാണപ്പെടുന്നു. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഈ പറയുന്ന പ്രീസിസ്റ്റിക് ഫോം അതായത് സിസ്റ്റിന് എന്തൊക്കെ കാണുന്നു? സിസ്റ്റിന് സൈറ്റോപ്ലാസം ക്ലിയർ ആയിരിക്കും. പിന്നെ ഹയാലിൻ അതായത് അസിഡിക് പ്രോട്ടീൻ കാണും. അതിന്റെ അസിഡിക് പ്രോട്ടീനിൽ എന്ത് കാണും? 2 ക്രോമറ്റോയിഡ് ബോഡീസും അതുപോലെ തന്നെ ധാരാളം ഗ്ലൈക്കോജൻ വാക്യൂൾസ് കാണപ്പെടുന്നു. 2 ക്രോമറ്റോയിഡ് ബോഡീസും ധാരാളം ഗ്ലൈക്കോജൻ വാക്യൂൾസ് കാണപ്പെടുന്നു. ഇനി ഈ ക്രോമറ്റോയിഡ് ബോഡീസ് ഉണ്ടാക്കിയിരിക്കുന്ന അതിൽ ധാരാളം റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻസ് ആണ് ഉള്ളതെന്ന് കൂടെ ഓർത്തു വെക്കാം. അപ്പൊ ക്രോമറ്റോയിഡ് ബോഡീസിൽ എന്താ ഉള്ളത്? കമ്പോസ്ഡ് ഓഫ് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻസ് എന്ന് ഓർത്തു വെക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് സിസ്റ്റ് ഈ സ്റ്റേജില് ഒറ്റ ന്യൂക്ലിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. സിസ്റ്റിന് ഈ ഒരു സ്റ്റേജിന് ഒരു ന്യൂക്ലിയസ് കാണുള്ളൂ. അപ്പൊ അതിനെ യൂണി ന്യൂക്ലിയേറ്റഡ് സിസ്റ്റം എന്നാണ് മനസ്സിലാക്കേണ്ടത്.
അപ്പൊ സിസ്റ്റ് ഫസ്റ്റ് ആ സ്റ്റേജിൽ സിസ്റ്റിന് ഒരു ന്യൂക്ലിയസേ ഉള്ളൂ, അപ്പൊ യൂണിന്യൂക്ലിയേറ്റ് എന്ന് പറയുന്നു. ഇനി ഈ സിംഗിൾ ന്യൂക്ലിയസ് നേരത്തെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് രണ്ടാകുന്നു. അപ്പൊ സിസ്റ്റ് എന്താകുന്നു, ബൈ ന്യൂക്ലിയേറ്റ് സിസ്റ്റ് ആയിട്ട് മാറുന്നു. ഇനി അടുത്ത ഡിവിഷൻ നടക്കുമ്പോൾ അത് 4 ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അപ്പൊ സിസ്റ്റ് എന്താകുന്നു, ടെട്രാ ന്യൂക്ലിയേറ്റ് അല്ലെങ്കിൽ ക്വാഡ്രൽ ന്യൂക്ലിയേറ്റ് എന്നായിട്ട് മാറുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ എൻഡോമെമ്പിക് ഹിസ്റ്റോളിറ്റിക്കയുടെ സിസ്റ്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും സിസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, സൈറ്റോപ്ലാസം ക്ലിയർ ആയിരിക്കും, പിന്നെ ഹയാലിൻ ഉണ്ടായിരിക്കും. ഹയാലിന് ഒരു അസിഡിക് പ്രോട്ടീൻ ആണ്. അതിൽ 2 ക്രൊമറ്റോയിഡ് ബോഡീസും അതുപോലെ തന്നെ ധാരാളം ഗ്ലൈക്കോജൻ വാക്യൂൾസും കാണപ്പെടുന്നു. ഇനി ക്രൊമറ്റോയിഡ് ബോഡീസിൽ എന്താണ് കാണപ്പെടുന്നത്, റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻസ് ആണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ സിസ്റ്റ് ആ ഫസ്റ്റ് സ്റ്റേജിൽ അതിന് ഒരൊറ്റ ന്യൂക്ലിയസ് കാണാൻ യൂണിന്യൂക്ലിയേറ്റ് സിസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നീട് അത് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു, അപ്പൊ ബൈ ന്യൂക്ലിയേറ്റ് സിസ്റ്റ് എന്നും. അതിനുശേഷം അടുത്ത മൈറ്റോട്ടിക് ഡിവിഷനിൽ അതിൽ 4 ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു, അതായത് ടെട്രാ ന്യൂക്ലിയേറ്റ് അല്ലെങ്കിൽ ക്വാഡ്രി ന്യൂക്ലിയേറ്റ് ആയിട്ട് മാറുന്നു കൂടെ ഓർത്തു വയ്ക്കാം. ഇതിന് ശേഷം ഈ സിസ്റ്റ് ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പൊ ഹോസ്റ്റിന്റെ ബോഡി സിസ്റ്റ് പുറത്തേക്ക് വരുന്നത് ഫേസസിലൂടെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഫേസസിലൂടെയാണ് ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്ന് ഇത് പുറത്തേക്ക് വരുന്നത്. ഇനി ഈ സിസ്റ്റ് ഒരു ഹോസ്റ്റിന്റെ ശരീരത്തിന് പുറത്തേക്ക് വന്നാല് അതിന് കുറെ വീക്സിൽ ഹോസ്റ്റിന്റെ ബോഡിക്ക് പുറത്ത് ജീവിച്ചിരിക്കാൻ സാധിക്കും. മറ്റൊരു പുതിയ ഹോസ്റ്റിനെ കിട്ടുന്നത് വരെ അതിന് പുറത്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കാം. അപ്പൊ സിസ്റ്റ് ബോഡിക്ക് പുറത്ത് വരുന്നത് ഹോസ്റ്റിന്റെ ഫേസസിലൂടെയാണ്. ഇനി മറ്റ് പുതിയൊരു ഹോസ്റ്റിനെ കിട്ടുന്നത് വരെ അതിന് ലൈവ് ആയിട്ട് അതിന് ജീവനോടെ ഇരിക്കാൻ എത്ര വീക്സ് വേണമെങ്കിൽ ഇരിക്കാൻ സാധിക്കുമെന്ന് ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത് മോഡ് ഓഫ് ഇൻഫെക്ഷനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു സിസ്റ്റിന്റെ ഫോർമേഷനെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ബൈനറി ഫിഷൻ അല്ലെ, നമ്മൾ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ ബൈനറി ഫിഷൻ ആണെന്ന് പറഞ്ഞു. ഈ ബൈനറി ഫിഷൻ വഴി എന്ത് ചെയ്യുന്നു, മൈറ്റോട്ടിക്കലി ആയിട്ട് ബൈനറി ഫിഷൻ നടക്കുമ്പോഴത്തേക്കും എന്താണ് ഈ ന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് 2 ആയിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ സൈറ്റോപ്ലാസത്തിലും ഡിവിഷൻ വരുന്നു, മീൻസ് എന്താണ് കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം ഉണ്ടാകുന്നതാണ് ഡോട്ടർ ന്യൂക്ലിയസ് അല്ലെ, ഡോട്ടർ ട്രോപ്പോസോയിഡ് ആണ് ഉണ്ടാകുന്നത് അല്ലെ. ഈ ഡോട്ടർ സെല്ലുകൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് ഗ്രോ ചെയ്യുന്നു. ഫീഡ് ചെയ്യുന്നത് ഹോസ്റ്റ് ടിഷ്യൂവിനെയാണ് അല്ലെ, ഹോസ്റ്റ് ടിഷ്യൂവിനെ ഫീഡ് ചെയ്താണ് അത് ഗ്രോ ചെയ്യുന്നത് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ അത് ഈ ഹോസ്റ്റ് ടിഷ്യൂസിനെ പിന്നെ റീഇൻഫെക്ട് ചെയ്യുന്നു, പിന്നെ ബൈനറി ഫിഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ചില കണ്ടീഷൻസിൽ ഈ ഡോട്ടർ സെല്ലുകൾ വളരാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ അതിന് എന്ത് സംഭവിക്കും, അത് എന്താണ് ഇൻഡസ്ട്രിയൽ ലൂമനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ ലൂമനിൽ പോകുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു, അത് റൗണ്ട് ആയിട്ട് സ്മോൾ ആയിട്ടുള്ള ഇനാക്റ്റീവ് ഫോം ആയിട്ട് മാറുന്നു. അതിനെയാണ് പ്രീസിസ്റ്റിക് ഫോം അല്ലെങ്കിൽ മൈന്യൂട്ട് എന്ന് പറയുന്നത് കൂടെ ഓർത്തു വയ്ക്കാം. ഇനി ഇവിടെ എൻസിസ്മെന്റ് എന്നാണ് അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആ എൻസിസ്മെന്റ് എന്ന് പറയുന്നത് പ്രീസിസ്റ്റിക് ഫോമുകൾ എൻസിസ്മെന്റ് അണ്ടർഗോ ചെയ്യുന്നു. എവിടെയാണ്, ഇൻഡസ്ട്രിയൽ ലൂമനിലാണ് എൻസിസ്മെന്റ് അണ്ടർഗോ ചെയ്യുന്നത്. ആ എൻസിസ്മെന്റ് എന്ന് പറയുന്നത് സിസ്റ്റ് വാൾ ഫോം ചെയ്യും, സെക്രീറ്റ് ചെയ്യും. അതായത് പ്രീസിസ്റ്റിക് ഫോം അതിന് ചുറ്റും ഒരു സിസ്റ്റ് വാൾ സെക്രീറ്റ് ചെയ്യുന്നു. ആ സിസ്റ്റ് വാൾ എന്ന് പറഞ്ഞാൽ തിൻ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, റിഫ്രാക്റ്റൈൽ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് റെസിസ്റ്റന്റ് ആയിരിക്കും. ഓർത്തത് തിൻ, ഫ്ലെക്സിബിൾ, റിഫ്രാക്റ്റൈൽ അതുപോലെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റ് വാൾ ആണ് അതിന് ചുറ്റും അത് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി അതിന് ആ സിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പിരിക്കൽ ബോഡി ആയിരിക്കും. അതിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 10 to 15 മൈക്രോൺസ് ആണ്, ഡയമീറ്റർ ആണ് നമ്മൾ ഓർത്ത് വെക്കുക. ഇനി സൈറ്റോപ്ലാസം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സൈറ്റോപ്ലാസം ക്ലിയർ ആയിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ് അതില് ഹയാലിൻ എന്ന് പറയുന്ന അസിഡിക് പ്രോട്ടീൻ കാണും. അതിൽ 2 ക്രൊമാറ്റോയിഡ് ബോഡീസും മെനി ഗ്ലൈക്കോജൻ വാക്യൂൾസും കാണുന്നു മനസ്സിലാക്കുക. ഇനി ക്രൊമറ്റോയിഡ് ബോഡീസ് എന്ന് പറയുന്നത് എന്താണ്, റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടെ ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻസ്. അടുത്തത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ സിസ്റ്റ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ സിസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു, ഒറ്റ ന്യൂക്ലിയസ് ഉള്ളൂ, അപ്പൊ യൂണിന്യൂക്ലിയേറ്റ് സിസ്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേജിലോട്ട് വരുമ്പോൾ സിസ്റ്റ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് 2 ആയിട്ട് മാറുന്നു. അപ്പൊ ബൈ ന്യൂക്ലിയേറ്റ് സിസ്റ്റ് ആയിട്ടും അവിടെ 2 ന്യൂക്ലിയസ് ഉള്ളത് ബൈ ന്യൂക്ലിയേറ്റ് സിസ്റ്റ്. അടുത്ത സ്റ്റേജിൽ പിന്നെയും മൈറ്റോഡിവിഷൻ നടക്കുമ്പോൾ 4 ന്യൂക്ലിയസ് ആകുന്നു. അപ്പൊ ടെട്രാ ന്യൂക്ലിയേറ്റ് അല്ലെങ്കിൽ ക്വാഡ്രി ന്യൂക്ലിയേറ്റ് സിസ്റ്റ് ആയിട്ട് അത് മാറുന്നു. ഇനി സിസ്റ്റ് ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, ഫേസസിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. പിന്നെ അത് ആ ഹോസ്റ്റിനെ മറ്റൊരു പുതിയ ഹോസ്റ്റിനെ കിട്ടുന്നത് വരെ അതിന് എത്ര ടൈം വേണമെങ്കിലും വെളിയിൽ ജീവിക്കാനുള്ള സാഹചര്യം അതിന് ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കി വെക്കാം. ഇത്രയാണ് നമ്മൾ എൻസിസ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ മനസ്സിലാക്കാനുള്ളത്. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മോഡ് ഓഫ് ഇൻഫെക്ഷനെ കുറിച്ചാണ്.
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡ് ഓഫ് ഇൻഫെക്ഷനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം പഠിച്ചത് തന്നെ എൻസിസ്മെന്റ്. അതിപ്പോ എൻസിസ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലൈഫ് ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണെന്ന് മനസ്സിലാക്കാം. അടുത്തത് മോഡ് ഓഫ് ഇൻഫെക്ഷൻ പറയുന്നത് ഇൻഫെക്ഷൻ ഓഫ് ഫസ്റ്റ് ഹോസ്റ്റ് ഈസ് എഫക്റ്റഡ് ബൈ സോളോയിങ് ഓഫ് സിസ്റ്റ് അലോങ് വിത്ത് കണ്ടാമിനേറ്റ് ഫുഡ് ഓർ വാട്ടർ. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പൊ ഈ സിസ്റ്റ് ആ ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് അതിന്റെ ഫീസസ് വഴി പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു അല്ലെ. ഇനി അത് മറ്റൊരു ഹോസ്റ്റിലേക്ക് കടക്കണമെങ്കിൽ അത് എങ്ങനെയാണ് കടക്കുന്നത്? ഫ്രഷ് ഹോസ്റ്റിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ബൈ എഫക്റ്റഡ് ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ സോളോയിങ് ഓഫ് സിസ്റ്റ് അലോങ് വിത്ത് കണ്ടാമിനേറ്റ് ഫുഡ് ഓർ വാട്ടർ. കണ്ടാമിനേറ്റഡ് ആയ ഫുഡോ വാട്ടറിലൂടെ, അതായത് എന്താണ് മലിനീകരിക്കപ്പെട്ട ജലത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയാണ് ഈ സിസ്റ്റ് മറ്റൊരു ഫ്രഷ് ഹോസ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ആ ഫ്രഷ് ഹോസ്റ്റ് ഇൻഫെക്റ്റഡ് ആകുന്നു. മനസ്സിലായോ? കണ്ടാമിനേറ്റ് ഫുഡോ വാട്ടറോ സോളോ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫ്രഷ് ഹോസ്റ്റിലേക്ക് ഈ പറയുന്ന സിസ്റ്റ് പ്രവേശിക്കുന്നു. അങ്ങനെ ആ ഫ്രഷ് ഹോസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു മനസ്സിലാക്കുക. അത്തരം കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെയും വാട്ടറിലാണ് ഇൻഫെക്ഷൻ നടക്കുന്നതുകൊണ്ട് ആ മോഡ് ഓഫ് ഇൻഫെക്ഷൻ, ആ മെത്തേഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കും കണ്ടാമിനേറ്റീവ് എന്ന് വിളിക്കും. അതായത് എന്താണ് പകരുന്നത് അല്ലെ. കണ്ടാമിനേറ്റ് ഏതിലൂടെയാണ് അവിടെ അത് പടരുന്നത്? ഫുഡിലൂടെയും വെള്ളത്തിലൂടെയുമാണ് അത് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അതെന്താണ്? കണ്ടാമിനേറ്റീവ് ആണെന്ന് മനസ്സിലാക്കും. മെത്തേഡ് ഓഫ് ഇൻഫെക്ഷൻ കണ്ടാമിനേറ്റീവ് ആണ്. ഇനി ഹൗസ് ഫ്ലൈ, കോക്രോച്ച് അതുപോലെ മറ്റൊരു ഇൻസെക്ട്സും ഈ സിസ്റ്റിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകും. എവിടെ നിന്നാണ് അവർക്ക് സിസ്റ്റ് കിട്ടുന്നത്? ഒരു ഇൻഫെക്റ്റഡ് മാന്റെ സ്റ്റൂളിൽ നിന്നും അവർക്ക് സിസ്റ്റ് കിട്ടും. അങ്ങനെ ഒരു ഫുഡും വാട്ടറും കണ്ടാമിനേറ്റ് ചെയ്യും. അപ്പൊ മലിനീകരിക്കപ്പെട്ട ജലത്തിൽ നിന്നും അതുപോലെ ആഹാര വസ്തുക്കളിൽ നിന്നും ആണ് എന്താണ് ഈ അത് സോളോ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അതുമായി കോണ്ടാക്ട് വരുമ്പോഴാണ് ഒരു ഫ്രഷ് പേഴ്സൺ ഈ സിസ്റ്റ് ശരീരത്തിനുള്ളിലേക്ക് കടന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന കോക്രോച്ചസ്, ഹൗസ് ഫ്ലൈ, ഇൻസെക്ട്സ് മുതലായവ ഇൻഫെക്റ്റഡ് പേഴ്സന്റെ സ്റ്റൂളിൽ നിന്നും ഈ സിസ്റ്റിനെ വഹിച്ചുകൊണ്ട് അത് ഫുഡ് വാട്ടറിലൊക്കെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് കണ്ടാമിനേഷൻ ഉണ്ടാകും. അതിലൂടെ മറ്റൊരു ഫ്രഷ് ഹോസ്റ്റിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതാണ് മെത്തേഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? കണ്ടാമിനേറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് അത് ജലത്തിലൂടെ അതുപോലെ തന്നെ എന്താണ് ഭക്ഷണത്തിലൂടെ അത് നമുക്ക് പടരും. അതിലൂടെയാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ജലത്തിലെ ഭക്ഷണത്തിലൂടെയാണ് മറ്റൊരു ഇൻഫെക്ഷൻ ഇല്ലാത്ത മനുഷ്യന്റെ ശരീരത്തിലേക്ക് അത് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ സിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് അല്ലെ. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റേഷൻ എന്നാണ്. എക്സിസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റ് വാൾ നശിക്കുക എന്നാണ്. അപ്പൊ ഇവിടെ പുതിയ ഹോസ്റ്റ് ശരീരത്തിൽ എത്തുമ്പോൾ സിസ്റ്റിന് എന്ത് സംഭവിക്കും? അപ്പൊ പുതിയ ഹോസ്റ്റ് ശരീരത്തിൽ എത്തുമ്പോൾ സിസ്റ്റോട് കൂടിയാണ് ശരീരത്തിൽ എത്തുന്നത് അല്ലെ. അപ്പൊ സിസ്റ്റിന് ഡൈജഷൻ സംഭവിക്കും. ആ സിസ്റ്റ് വാള് ഡൈജസ്റ്റ് ചെയ്യും. ഒരു എൻസൈമിന്റെ സഹായത്തോടുകൂടി അത് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നു. മനസ്സിലായോ? അപ്പൊ ഒരു പുതിയ ഹോസ്റ്റ് ശരീരം എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സിസ്റ്റ് ഡൈജസ്റ്റഡ് ആയി പോകുന്നു. ആ സിസ്റ്റ് വിൽ ബി ഡൈജസ്റ്റഡ് ബൈ എ എൻസൈം. അങ്ങനെ സിസ്റ്റ് ഡൈജസ്റ്റഡ് ആയി പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഇതിനുള്ളിൽ എന്ത് കാണുന്നത്? ടെട്രാ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ടെട്രാ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള പാരസൈറ്റ് ഇൻഡസ്ട്രിയൽ ലൂമനിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചേരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഫ്രഷ് ഹോസ്റ്റിലേക്ക് ഈ സിസ്റ്റ് സോളോ ചെയ്ത് അതിന് ആ ഫ്രഷ് ഹോസ്റ്റ് ലഭിക്കുന്ന സമയത്ത് എവിടെയാ എത്തിച്ചേരുന്നത്? ഇൻഡസ്ട്രിയിലാണ് എത്തിച്ചേരുന്നത് അല്ലെ. ഇൻഡസ്ട്രിയിൽ എത്തിച്ചേരുന്ന ഉടനെ തന്നെ എന്ത് സംഭവിക്കുന്നു? ആ സിസ്റ്റ് വാള് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നു. എൻസൈമിന്റെ സഹായത്തോടെ സിസ്റ്റ് വാള് ഡൈജസ്റ്റ് ചെയ്യപ്പെടുകയും ടെട്രാ ന്യൂക്ലിയേറ്റ് പാരസൈറ്റ് ഇൻഡസ്ട്രിയൽ ലൂമനിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പൊ ആ സ്റ്റേജിനാണ് മെറ്റാസിസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി എക്സിസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഹോസ്റ്റിലേക്ക് ഈ സിസ്റ്റ് ഫ്രഷ് ഹോസ്റ്റിന് സിസ്റ്റ് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ഫുഡോ വാട്ടറിലൂടെ ഇൻഫെക്ഷൻ ലഭിച്ചിട്ട് ആ സിസ്റ്റ് അതിന് ഉള്ളിലേക്ക് ആ ഫ്രഷ് ഹോസ്റ്റിന് ഇൻഡസ്ട്രിയിൽ എത്തിച്ചേരുന്ന അതിനെയാണ് അവിടെ എന്ത് സംഭവിക്കുന്നു? സിസ്റ്റ് വാള് ഡൈജഷൻ അല്ലെങ്കിൽ എൻസൈമിന്റെ സഹായത്തോടെ ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനാണ് എക്സിസ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി ആ എക്സിസ്റ്റേഷൻ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആ ന്യൂക്ലിയസ് സിസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് 4 ന്യൂക്ലിയേറ്റ് പാരസൈറ്റ്, 4 ന്യൂക്ലിയസിലെ പാരസൈറ്റ് ആണ് ഉള്ളത് അല്ലെ. ടെട്രാ ന്യൂക്ലിയേറ്റ് പാരസൈറ്റ്. ആ ടെട്രാ ന്യൂക്ലിയേറ്റ് പാരസൈറ്റ് ഇൻഡസ്ട്രിയൽ ലൂമനിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചേരുന്നു. അപ്പൊ ആ സ്റ്റേജിനെയാണ് മെറ്റാസിസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ എന്ത് വിളിക്കുന്നു? മെറ്റാസിസ്റ്റിക് സ്റ്റേജ് എന്ന് വിളിക്കുന്നു. അപ്പൊ ടെട്രാ ന്യൂക്ലിയേറ്റ് മെറ്റാസിസ്റ്റിക് ഫോം ആണ്. ഇത് ഇൻഡസ്ട്രിയൽ ലൂമനിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചേരുന്നു. അതാണ് ടെട്രാ ന്യൂക്ലിയേറ്റ് മെറ്റാസിസ്റ്റിക് ഫോം എന്ന് മനസ്സിലാക്കുക. ഇനി ഇതില് എന്ത് സംഭവിക്കുന്നു? എക്സിസ്റ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് സിസ്റ്റ് ടു ട്രോപ്പോസോയിഡ്സ്. ഇപ്പൊ സിസ്റ്റ് എക്സിസ്റ്റേഷൻ സ്റ്റേജിൽ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ മെറ്റാസിസ്റ്റിക് ഫോമിൽ ആയിരുന്ന സമയത്ത് അതിന് സിസ്റ്റ് ഇല്ല. സിസ്റ്റ് ഇല്ലാത്ത സമയത്ത്
അത് എന്ത് അവസ്ഥയിലേക്ക് വന്നു? തിരിച്ച് സിസ്റ്റ് ഇല്ലെങ്കിൽ അത് എന്ത് ഫോമിലായി? ട്രോപ്പോസോയിഡ് ഫോമിലായി മാറി. അപ്പൊ മനസ്സിലായോ? ഒരു സിസ്റ്റ് ഫോമിൽ നിന്നും ട്രോപ്പോസോയിഡിലേക്ക് മാറുന്ന ട്രാൻസ്ഫോർമേഷനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സിസ്റ്റേഷൻ എന്ന് ഓർത്ത് വെക്കുക. പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സിസ്റ്റ് ടു ട്രോപ്പോസോയിഡ്സ് is known as excistation. So excistation is a process of transformation of സിസ്റ്റ് ടു ട്രോപ്പോസോയിഡ് എന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ മെറ്റാസിസ്റ്റിക് ഫോം ധാരാളം സീരീസ് ആയിട്ടുള്ള ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻസ് അണ്ടർഗോ ചെയ്തിട്ട് 8 യൂണിയൻ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഡോട്ടർ അമീബിയോളിയനെ ഫോം ചെയ്യും. എന്താണ് ഈ പറയുന്ന നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? സിസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്, ആ മെറ്റാസിസ്റ്റിക് ഫോമിൽ ഇരിക്കുന്ന സംഭവം, ആ മെറ്റാസിസ്റ്റിക് ഫോമിൽ ഇരിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റാസിസ്റ്റിക് ഫോമിൽ ഇരിക്കുന്ന ന്യൂക്ലിയസിന് ന്യൂക്ലിയസും സൈറ്റോപ്ലാസം ധാരാളം ഡിവിഷൻസ് ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് 8 യൂണിയൻ ന്യൂക്ലിയേറ്റ് ഡോട്ടർ അമീബിയോൾ ഉണ്ടാകുന്നു, അല്ലെ? 8 യൂണിയൻ ന്യൂക്ലിയേറ്റ് ഡോട്ടർ അമീബിയോളെ ഉണ്ടാകുന്നു. മനസ്സിലായോ? അമീബിയോളെ എത്ര എണ്ണം ഉണ്ടാകുന്നു? 8 എണ്ണം ഉണ്ടാകുന്നു. യൂണിയൻ ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള അമീബിയോളെയാണ് ഉണ്ടാകുന്നത് കൂടെ ഓർത്തു വെക്കുക. അത് എന്തിന്റെ ഫലമായിട്ടാണ്? എക്സിസ്റ്റേഷൻ കഴിഞ്ഞു, എക്സിസ്റ്റേഷൻ പ്രോസസ് കഴിഞ്ഞു മെറ്റാസിസ്റ്റിക് ഫോമിൽ ഇരിക്കുന്ന ഇതിന്റെ ഈ 4 ന്യൂക്ലിയസും എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും ധാരാളം ഡിവിഷൻസ് അണ്ടർഗോ ചെയ്തതിനു ശേഷം 8 യൂണിയൻ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള അമീബിയോളെ ഡോട്ടർ അമീബിയോളെ ആയിട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പം excistation is a process of transformation of cyst to tropozoites and a metacystic form undergoes a series of nuclear and cytoplasmic divisions. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം, മെറ്റാസിസ്റ്റിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? 4 അതായത് ടെട്രാ ന്യൂക്ലിയർ പാരസൈറ്റ് ഇന്റർസെല്ലുള്ളിൽ ഫ്രീ ആയിട്ട് വരുമെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ വരുന്ന ആ അവസ്ഥയാണ് മെറ്റാസിസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി സിസ്റ്റ് ട്രാൻസ്ഫോർമേറ്റ് ചെയ്ത് ട്രോപ്പോസോയിറ്റ് ആകുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് എക്സിസ്റ്റേഷൻ എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി മെറ്റാസിസ്റ്റിക് ഫോമിൽ ഇരിക്കുന്ന ഇവ ധാരാളം ന്യൂക്ലിയസ് സീരീസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻസിന്റെ ഭാഗമായിട്ട് 8 യൂണിയൻ ന്യൂക്ലിയേറ്റ് എന്തായിട്ട് വന്നു? ഡോട്ടർ അമീബിയോളെ ആയിട്ട് മാറുന്നു മനസ്സിലാക്കുക. ഇനി ഈ യങ് ആയിട്ട് അമീബിയോളെ എന്തായിരിക്കും? ആക്റ്റീവ് ആയിരിക്കും, അത് മോട്ടൈൽ ആയിരിക്കും. ഇനി അത് എന്ത് ചെയ്യും? അത് മ്യൂക്കസ് സബ് മ്യൂക്കസ് ലൈനിങ് ഓഫ് ഇൻഡസ്റ്റൈനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. മനസ്സിലായി? അപ്പം ഈ ഉണ്ടായ യങ് ട്രോപ്പോസോയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സബ്മ്യൂക്കസ് ആൻഡ് മ്യൂക്കസ് ലൈനിങ് ഓഫ് ഇൻഡസ്റ്റൈനിലേക്ക് എത്തിച്ചേരുന്നു. These develop into tropozoites by feeding and growth. അവിടെ എത്തിക്കഴിയുമ്പോൾ ഫീഡ് ചെയ്ത് ഗ്രോ ചെയ്ത് അതെന്തായിട്ട് മാറുന്നു? ട്രോപ്പോസോയിറ്റ് ആയിട്ട് മാറുന്നു എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ മനസ്സിലായ ഇത്രയും കാര്യങ്ങള്? അത് മെറ്റാസിസ്റ്റിക് ഫോമിൽ ഇരിക്കുന്നവ ധാരാളം സീരീസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻസിന്റെ ഭാഗമായിട്ട് 8 യൂണിയൻ ന്യൂക്ലിയേറ്റഡ് ഡോട്ടർ അമീബിയോളെ ആയിട്ട് മാറുന്നു. അത് എവിടെ എത്തുന്നു? ഇൻഡസ്റ്റൈനിലെ ലാർജ് ഇൻഡസ്റ്റൈനിലെ മ്യൂക്കസ് ആൻഡ് സബ്മ്യൂക്കസ് ലെയർ എത്തിച്ചേരുകയും അവിടെ വെച്ച് അതിന് എന്ത് സംഭവിക്കുന്നു? അത് മെച്ചുർ ആകും, അല്ലെ? അത് ഫീഡ് ചെയ്ത് ഗ്രോ ചെയ്ത് എന്തായിട്ട് മാറുന്നു? ട്രോപ്പോസോയിറ്റ് ആയിട്ട് മാറും. ഇത്രയാണ് നമ്മള് എക്സിസ്റ്റേഷന്റെ കാര്യത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ബൈനറി ഫിഷൻ അണ്ടർഗോ ചെയ്ത് അതാ ഈ ഒരു സ്റ്റേജ് വരെ എത്തുന്നതാണ് എൻഡോമീബ ഹിസ്റ്റോളിക്കയുടെ ലൈഫ് സൈക്കിളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഇത് ക്ലിയർ ആയല്ലോ? ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? പാത്തോജെനിസിറ്റിയാണ്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് രോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് രോഗം മറ്റൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു രോഗം എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അത് പാത്തോജെനിസിറ്റിയാണ്. ഇതിനെ കുറിച്ചാണ് അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ പാത്തോജെനിസിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഫസ്റ്റ് പോയിന്റ്, ദ ടിഷ്യൂ ഇൻവേഡിംഗ് ട്രോപ്പോസോയിറ്റ്സ് കോസ് ദ ക്യാരക്ടറിസ്റ്റിക് അമീബിക് ഡിസെൻട്രി. അപ്പൊ അമീബിക് ഡിസെൻട്രി കോസ് ചെയ്യുന്നത് എന്താണ്? ട്രോപ്പോസോയിറ്റുകളാണ് എന്ന് മനസ്സിലാക്കുക. എന്ത്? ടിഷ്യൂസിനെ ഇൻവേഡ് ചെയ്യുന്ന ട്രോപ്പോസോയിറ്റ്സ്. നമ്മൾ പറഞ്ഞ ടിഷ്യൂസിനെ ഇൻവേഡ് ചെയ്താണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞല്ലേ? അപ്പൊ ആ ട്രോപ്പോസോയിറ്റ് മെച്ചുർ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന ഏതിലാണ്? മ്യൂക്കസ് ആൻഡ് സബ്മ്യൂക്കസ് ലൈനിങ് ഓഫ് ദി ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ടിഷ്യൂ ഹോഴ്സിന്റെ ടിഷ്യൂനെയാണ് ഇൻവേഡ് ചെയ്യുന്നത്. അപ്പൊ ടിഷ്യൂനെ ഇൻവേഡ് ചെയ്യുന്ന ട്രോപ്പോസോയിറ്റ്സ് ആണ് ഈ അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കുന്നത് മനസ്സിലാക്കുക. ഇനി ട്രോപ്പോസോയിറ്റ്സ് എങ്ങനെയാണ് അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കുന്നത്? നമ്മൾ പറഞ്ഞു, ട്രോപ്പോസോയിറ്റ് പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ദി മ്യൂക്കസ് ആൻഡ് സബ്മ്യൂക്കസ് ഓഫ് ദ ലാർജ് ഇൻഡസ്റ്റൈൻ ആൻഡ് കോസ് നെക്രോസിസ്. അപ്പം ഈ പറയുന്ന എന്താണ് ട്രോപ്പോസോയിറ്റുകൾ എന്ത് ചെയ്യുന്നു? മ്യൂക്കസ് ആൻഡ് സബ്മ്യൂക്കസ് ലെയർ അല്ലെ, ലാർജ് സബ്മ്യൂക്കസ് മ്യൂക്കസ് ലെയറിലൂടെ പെനിട്രേറ്റ് ചെയ്ത് നെക്രോസിസ് ഉണ്ടാക്കുന്നു. എന്താണ് നെക്രോസിസ്? NECROSIS നെക്രോസിസ് ഉണ്ടാക്കുന്നു. The penetration of
this penetrates into the host tissues and is affected by histolysis. അപ്പൊ ഇവിടെ ഹോസ്റ്റ് ടിഷ്യൂലേക്കാണ് പെനിട്രേറ്റ് ചെയ്യപ്പെടുന്നത്, അത് ഹിസ്റ്റോളിസിസിനെ എഫക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ടേം എന്ത് കൊടുക്കുന്നത്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ ടിഷ്യൂസിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് എന്ത് കൊടുത്തിരിക്കുന്നത്, ഹിസ്റ്റോളിറ്റിക്ക എന്ന പേര് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഈ ഇൻഡസ്ട്രിയൽ ടിഷ്യൂവിൽ എത്തിക്കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കി അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയലിൽ എത്തിക്കഴിയും, ഇൻഡസ്ട്രിയൽ ടിഷ്യൂവിൽ എത്തിക്കഴിയുമ്പോൾ അത് മൾട്ടിപ്ലൈ ബൈ ബൈനറി ഫിഷൻ and spread radially outwards to create a flask shaped bleeding ulcer. ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് ബ്ലീഡിംഗ് അൾസർ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് പുറത്തേക്ക് വളരുന്നു. ഇനി ഈ അൾസറിന്റെ ക്യാവിറ്റിയിൽ ധാരാളം മ്യൂക്കസ്, ബാക്ടീരിയ, പാരസൈറ്റ്സ്, സെൽ ഡെബ്രിസ് എന്നിവ കാണപ്പെടുന്നു. അപ്പൊ ഈ അൾസറിനുള്ളിൽ എന്താ കാണപ്പെടുന്നു, മ്യൂക്കസ് കാണുന്നു, ബാക്ടീരിയ കാണുന്നു, പാരസൈറ്റ്സ് കാണുന്നു, അല്ലെങ്കിൽ സെൽ ഡെബ്രിസ് കാണുന്നു. ഇനി അൾസേഴ്സ് അതിന്റെ കണ്ടന്റ്സ് എങ്ങോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, ഇന്റൻസിലെ ലൂമനിലേക്കാണ് കണ്ടന്റ്സ് പോർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൂമൻ ഇന്റൻസിൽ ലൂമനിലേക്ക് പോർ ചെയ്യുന്ന സംഭവങ്ങൾ ഏത് വഴിയാണ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്, ഈ ഇൻഫെക്റ്റഡ് പേഴ്സന്റെ ഫീസസിലൂടെയാണ് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പൊ പാത്തോജെനിസിറ്റി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ടിഷ്യൂസിനെ ഇൻവേഡ് ചെയ്യുന്ന ട്രോപ്പോസോയിറ്റുകളാണ് അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കുന്നത് മനസ്സിലാക്കുക. ഇനി ട്രോപ്പോസോയിറ്റ്സ് എങ്ങോട്ട് പെനിട്രേറ്റ് ചെയ്യുന്നു, ഡീപ്പായിട്ട് മ്യൂക്കസ് ആൻഡ് സബ്മ്യൂക്കസ് ലൈനിങ് ഓഫ് ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്കാണ് പെനിട്രേറ്റ് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് അത് നെക്രോസിസ് കോസ് ചെയ്യുന്നു മനസ്സിലാക്കുക. ഈ പെനിട്രേഷന്റെ ഭാഗമായിട്ട് ഹോസ്റ്റ് ടിഷ്യൂസിലേക്ക് പെനിട്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്, ബൈ മീൻസ് ഓഫ് ഹിസ്റ്റോളിസിസ് ആണ്. അതുകൊണ്ടാണ് ഈ ഹിസ്റ്റോളിറ്റിക് ആണ് പേര് വന്നതെന്ന് കൂടെ ഓർത്തു വെക്കാം. ഈ ഇൻഡസ്ട്രിയൽ ടിഷ്യൂൽ എത്തിക്കഴിഞ്ഞ ഉടനെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഇത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് ഇതൊരു അൾസർ ഫോം ചെയ്യുന്നു കൂടെ ഓർത്തു വെക്കാം. ഫ്ലാസ്ക് ഷേപ്ഡ് ബ്ലീഡിംഗ് അൾസേഴ്സ് ഫോം ചെയ്യുന്നു എന്നുകൂടെ ഓർത്തു വെക്കാം. ഈ അൾസേഴ്സിന്റെ അകത്ത് എന്തുണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ, ഈ അൾസറിന്റെ അകത്ത് മ്യൂക്കസ്, ബാക്ടീരിയ, പാരസൈറ്റ്, അതുപോലെ തന്നെ സെൽ ഡെബ്രിസും കാണപ്പെടുന്നു എന്ന് ഓർത്തു വെക്കാം. ഇനി ഈ അൾസറിന്റെ കണ്ടന്റ്സ് അത് എങ്ങോട്ടേക്ക് പോർ ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ ലൂമനിലേക്ക് പോർ ചെയ്യപ്പെടുന്നു. അപ്പൊ ഇൻഡസ്ട്രിയൽ ലൂമനിൽ എത്തിപ്പെടുന്ന ഈ അൾസറിന്റെ കണ്ടന്റ്സ് ഒരു ഹോസ്റ്റ്, അതായത് ഹോസ്റ്റിന്റെ ഫീസസിൽ വഴിയാണ് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്. ഇനി ഈ അമീബിക് ഡിസെൻട്രി ഉള്ള ഒരു ഹോസ്റ്റിന്റെ സ്റ്റൂൾ എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ ആയിരിക്കും. പിന്നെ അതിൽ ബ്ലഡും മ്യൂക്കസും അതുപോലെ അമീബയുടെ പ്രസൻസും കാണപ്പെടുന്നു ഓർത്തു വയ്ക്കാം. ഇനി ഈ അമീബിക് ഡിസെൻട്രി ഉള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡ്യൂ ടു ഫ്രീക്വന്റ് പാസിംഗ് ഓഫ് സ്റ്റൂൾ ആണ് ഇവിടെ ഓർത്തു. ഇത്രയാണ് നമ്മൾ പാത്തോജെനിസിറ്റിയിൽ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് റെയർ കണ്ടീഷൻ, ചില കണ്ടീഷൻസിൽ ട്രോപ്പോസോയിറ്റ് എന്താണ് പോർട്ടൽ സർക്കുലേഷനിൽ കടക്കുന്നു. ചില കണ്ടീഷൻസിൽ ട്രോപ്പോസോയിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പോർട്ടൽ സർക്കുലേഷനിൽ കടക്കുന്നു. ഈ ട്രോപ്പോസോയിറ്റുകൾ പോർട്ടൽ സർക്കുലേഷനിൽ കടന്ന് ലിവറിൽ എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ലിവറിൽ എത്തിപ്പെടുമ്പോൾ ഇതിന് എപ്പോഴും ടിഷ്യൂസിനാണ് ഇൻവേഡ് ചെയ്യുന്നത് പറഞ്ഞു, ഹോസ്റ്റ് സെല്ലുകളുടെ ടിഷ്യൂസ്. അപ്പൊ ഇവിടെ ഹെപ്പാറ്റിക് ടിഷ്യൂസിൽ പോയി അത് സെറ്റിൽ ചെയ്ത് അവിടെ അബ്സസസ് ഫോം ചെയ്യുന്നതാണ്, അബ്സസസ് ഫോം ചെയ്യുന്ന കൂടെ ഓർത്തു വയ്ക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ട്രോപ്പോസോയിറ്റുകൾ എന്ന് പറയുന്നത് ചില കേസസിൽ, ചില സമയങ്ങളിൽ പോർട്ടൽ സർക്കുലേഷൻ എൻറ്റർ ചെയ്യുന്നു. അങ്ങനെ പോർട്ടൽ സർക്കുലേഷൻ എൻറ്റർ ചെയ്തത് ലിവറിൽ എത്തുന്നു. ലിവറിൽ എത്തുമ്പോൾ അത് ഹെപ്പാറ്റിക് ടിഷ്യൂസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, അല്ലെ, ഹെപ്പാറ്റിക് ടിഷ്യൂസിനെ എഫക്ട് ചെയ്യുന്നു, അവിടെ സെറ്റിൽ ചെയ്ത് അബ്സസസ് ഉണ്ടാക്കുന്നു. അബ്സസസ് എന്താണ്, ആ ഏരിയ ബോഡി ടിഷ്യൂ എന്ത് ചെയ്യുന്നു, സൊള്ളൻ ചെയ്യുന്നു, നീര് വെക്കുന്നു, അതിനകത്ത് പസ് ഉണ്ടാകുന്നു. അതാണ് അബ്സസസ് ഫോം ചെയ്യുന്ന പറയുന്നത്. ഇനി അപ്പൊ അങ്ങനെ എന്ത് സംഭവിക്കും, ആ ഏരിയയിൽ അബ്സസസ് ഫോം ചെയ്യുമ്പോൾ അവിടെ ലിവറിൽ പെയിൻ ഉണ്ടാകുകയും ഫീവർ, അതിന്റെ ഭാഗമായിട്ട് ഫീവർ ഉണ്ടാകുകയും ചെയ്യുന്നു മനസ്സിലാക്കുക. ഇനി ലങ്സിൽ അബ്സസസ് ഉണ്ടാക്കുന്നു, ബ്ലഡ് സർക്കുലേഷനിൽ കൂടി തന്നെ. അപ്പൊ ലങ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രോപ്പോസോയിറ്റ്സിന് ഇൻഡസ്ട്രിയിലെ ടിഷ്യൂസിൽ മാത്രമല്ല, ചില കേസസിൽ ട്രോപ്പോസോയിറ്റ്സ് പോർട്ടൽ സർക്കുലേഷൻ എൻറ്റർ ചെയ്ത് ലിവറിനെ എഫക്ട് ചെയ്യുന്നു. അങ്ങനെ ലിവറിലെ ഹെപ്പാറ്റിക് ടിഷ്യൂസിന് ഡാമേജ് ഉണ്ടാക്കി അതിൽ അബ്സസസ് ഉണ്ടാക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ലിവറിലെ പെയിൻ ഉണ്ടാകുകയും ഫീവർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഓർത്തു വയ്ക്കാം. അടുത്തത് ലങ് അബ്സസസും ചില കേസസിൽ ഉണ്ടാകാം. അപ്പൊ ലങ് അബ്സസസ് മേ ഓൾസോ ഓക്കർ ഡ്യൂ ടു ദീസ് ട്രോപ്പോസോയിറ്റ്സ് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി through blood circulation the trophozoites may also enter spleen, gonads and brain where they destroy the tissue causing abscesses. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രോപ്പോസോയിറ്റ്സ് എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റെസ്റ്റൈനിലെ മ്യൂക്കസ് ആൻഡ് സബ്മ്യൂക്കസ് ലൈനിങ് ലെയറിൽ എൻറ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ എന്ത് പറഞ്ഞു, ചില കേസസിൽ പോർട്ടൽ സർക്കുലേഷനെ ബാധിക്കുന്നു, അങ്ങനെ ലിവറിനെ ബാധിക്കുന്നു, പിന്നെ അബ്സസസ് ഉണ്ടാക്കുന്നു, അതുപോലെ ലിവറിൽ അബ്സസസ് ഉണ്ടാക്കുന്നു. ഇനി ബ്ലഡ് സർക്കുലേഷൻ എൻറ്റർ ചെയ്ത ട്രോപ്പോസോയിറ്റ്സ് ബ്ലഡ് സർക്കുലേഷന് കൂടെ തന്നെ
നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ എൻട്രി ചെയ്തു, അതുപോലെ ഇപ്പൊ പറഞ്ഞു പോർട്ടൽ സർക്കുലേഷൻ എൻട്രി ചെയ്തു അല്ലെ, ലിവറിന്റെ എന്താണ് പ്രവർത്തനത്തെ ബാധിക്കുന്നു, അതുപോലെ ലങ് അബ്സെഷൻ ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെ ഇനി മറ്റൊരു കേസ് പറയുന്നത് ബ്ലഡ് സർക്കുലേഷനിൽ എൻട്രി ചെയ്യുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂടാതെ സ്പ്ലീനിലും ഗൊണാഡ്സിലും ബ്രെയിനിലും എത്തി അവിടെയും എന്തുണ്ടാക്കുന്നു? അബ്സെസസ് ഉണ്ടാകുന്നു. അവിടുത്തെ ടിഷ്യൂലെല്ലാം അബ്സെസസ് ഉണ്ടാക്കുന്നു, അതായത് ആ ടിഷ്യൂസ് എല്ലാം നീര് വെക്കുന്നു. അപ്പൊ സിവിയർ കേസസിൽ അത് എന്താണ് ഭയങ്കര മാരകമായി തീരുകയും ചില കേസസിൽ സിവിയർ ആയി തീരുകയും ചെയ്യുന്ന കൂടെ ഓർത്തു വെക്കുക. അപ്പൊ അത്രയാണ് പാത്തോജൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ലാർജ് ഇൻഡസ്ട്രിയിൽ കാര്യം പഠിച്ചു. പിന്നെ നമ്മൾ റയർ കണ്ടീഷൻസ് ട്രോപ്പോസൈറ്റുകൾ പോർട്ടൽ സർക്കുലേഷനെ അതുപോലെ തന്നെ ലിവറിനെ ബാധിക്കുന്നു, ലങ് അബ്സെസസ്, ലിവറിൽ അബ്സെസസ് ഉണ്ടാക്കുന്നു. ഇനി ബ്ലഡ് സർക്കുലേഷന് കൂടെ അത് എവിടേക്ക് എത്തിച്ചേരുന്നു? സ്പ്ലീനില്, അതുപോലെ ഗൊണാഡ്സില്, ബ്രെയിനിലൊക്കെ എത്തിച്ചേരുകയും അവിടെ ഇനി അബ്സെസസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഇത് ചില കേസസിൽ സിവിയർ ആകുകയും ചെയ്യുന്നു പറയും, മനസ്സിലാക്കുക. അടുത്തത് ഇനി പ്രോഫൈലാക്സിസ് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. പ്രോഫൈലാക്സിസ് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ്, ഈ ഒരു ഡിസീസ് അമീബിക് ഡിസെൻട്രി വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്. പ്രോഫൈലാക്സിസ് എന്ന് പറയുന്നത് പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്. അപ്പൊ എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രോഫൈലാക്സിസ് ആണ് നമ്മൾ അമീബിക് ഡിസെൻട്രിക്ക് എതിരെ ചെയ്യേണ്ടത്? ഒന്നെന്ന് പറയുന്നത് സാനിറ്ററി ഡിസ്പോസൽ ഓഫ് ഫീക്കൽ മാറ്റർ. ഫീക്കൽ മാറ്ററിന്റെ സാനിറ്ററി ഡിസ്പോസൽ ആണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ ഒന്നുകൂടെ ഓർമ്മിക്കുക, എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് അമീബിക് ഡിസെൻട്രിക്കെതിരെ നമ്മൾ ചെയ്യേണ്ടത് എങ്കിൽ പ്രോഫൈലാക്സിസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് സാനിറ്ററി ഡിസ്പോസൽ ഓഫ് ഫീക്കൽ മാറ്റർ. ഫീക്കൽ മാറ്ററിന്റെ സാനിറ്ററി ഡിസ്പോസലിനെ കുറിച്ച് മനസ്സിലാക്കുക. അടുത്തത് വാഷിംഗ് ഓഫ് ഹാൻഡ്സ് വിത്ത് ആന്റിസെപ്റ്റിക് ലോഷൻ ഓർ സോപ്പ് ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും കൈകള് നല്ല ആന്റിസെപ്റ്റിക് ലോഷൻ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ ഫ്രം കണ്ടാമിനേഷൻ ഫ്രം ഹൗസ് ഫ്ലൈസ്, കോക്രോച്ചസ് എക്സെട്ര. ഹൗസ് ഫ്ലൈസ്, കോക്രോച്ച് മുതലായവയിൽ നിന്നും ഫുഡിനെയും വാട്ടറിനെയും ഒക്കെ കണ്ടാമിനേഷന് പ്രൊട്ടക്ട് ചെയ്യുക. അത് മലിനമാകാതിരിക്കാൻ അതിനെ സൂക്ഷിക്കുക. അതാണ് ഹൗസ് ഫ്ലൈസിനും കോക്രോച്ചിനും ഒക്കെ കണ്ടാമിനേറ്റഡ് ആകാതെ, മലിനീകരിക്കപ്പെടാതെ ഫുഡിനെയും ആഹാരത്തിനെയും അതുപോലെ ജലത്തിനെയും സംരക്ഷിക്കുക. അടുത്ത യൂസ് ബോയിൽഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. നമ്മുടെ ഡ്രിങ്കിങ് പർപ്പസിന് ശുദ്ധമായ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുക. അതുപോലെ പ്രോപ്പർ വാഷിംഗ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ബിഫോർ കൺസെപ്ഷൻ. അത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുക. അടുത്തത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഫീസസ് ബിഫോർ യൂട്ടിലൈസേഷൻ ആസ് ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ഹ്യൂമൻ ഫേസസിന് കെമിക്കൽ ട്രീറ്റ്മെന്റ്, നന്നായിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ് നടത്തിയതിനു ശേഷം മാത്രമേ അതിനെ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗപ്പെടുത്താവൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോഫൈലാക്സിസ് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ് ഓഫ് അമീബിക് ഡിസെൻട്രിയെ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് അമീബിക് ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന് സാനിറ്ററി ഡിസ്പോസൽ ഓഫ് ഫീക്കൽ മാറ്റർ. അടുത്തത് വാഷിംഗ് ഓഫ് ഹാൻഡ്സ് യൂസിങ് ആന്റിസെപ്റ്റിക് ഓർ lotion before and after using toilet. Then protection of food and water from contamination from house flies and cockroaches etc. Then use boiled water for drinking purpose. At the proper washing of vegetables and fruits before conception. And next one is chemical treatment of feces before utilization as fertilizers. These points are to be considered for the preventive measures against amoebic dysentery. Amoebic dysentery preventive measures ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ പഠിക്കാനുള്ള ഒരു ടോപ്പിക് എൻഡോമീബ ഹിസ്റ്റോളജിക്കയുടെ മോർഫോളജി, ലൈഫ് ഹിസ്റ്ററി, പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെ, ഇത്രയും പ്രോഫൈലാക്സിസ്. അത് ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളെ വീണ്ടും കാണാവുന്നതാണ്. Bye from me. Thank you.